ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ കുറച്ച് ഭാഗം കൂടി കാണിക്കാം കേട്ടോ. തമിഴ്നാട്ടിലെത്തിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. തമിഴ്നാട് ഉടുമ്പൽപേട്ട പറഞ്ഞ സ്ഥലത്താണ്, അതായത് പഴനിക്കടുത്താണ്. എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല. ഉടുമ്പൽപേട്ട പറയുമ്പോൾ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവിടെ എത്തിയിട്ട് ഇന്നലത്തെ വീഡിയോ ഒക്കെ ഞാൻ കുറച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. പാർട്ട് 2 വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഇതാണ് ചേച്ചിയുടെ വീട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അവിടുത്തെ പോലെ ചിലവരുടെ വീടൊക്കെ നല്ല ഉയരത്തിൽ 2-3 നില കെട്ടിയിടം അങ്ങനെയൊന്നല്ല കേട്ടോ. ഇത് കുഞ്ഞു കുഞ്ഞു വീടാണ്. അതുപോലെ ഒരുപാട് റൂമുകൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒറ്റ റൂമുകൾ അങ്ങനെയൊക്കെ ഉള്ളത് കേട്ടോ. അങ്ങനെയുള്ള വീടുകളുണ്ടാവും. പക്ഷെ ഞങ്ങളുടെ ഈ ഏരിയയിൽ ഈ ചേച്ചിയുടെ വീടിൻ്റെ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഓടിട്ട വീടും വാർപ്പ് വീടും ചെറിയ ഇതായിട്ടാണ് ഇവിടെയുള്ള വീടുകളൊക്കെ. അപ്പോൾ ഇതാണ് വീട് നേരത്തെ കാണിച്ചത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇതിനൊക്കെ ഒന്ന് പോവാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ, പണികളൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ മൈലാഞ്ചി എല്ലാം നിൽക്കുന്നുണ്ട് വീടിൻ്റെ പടിക്കൽ തന്നെ. റോഡ് വശത്തായിട്ട് തന്നെ നല്ല ചുവക്കണ മൈലാഞ്ചിയാണ്. അപ്പോൾ മൈലാഞ്ചിയൊക്കെ ഒന്ന് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു, എന്നിട്ട് അരയ്ക്കണം. അപ്പോൾ ഞങ്ങൾ കുറച്ചൊക്കെ അരച്ചു. അവിടുത്തെ പോലെ നമ്മുടെ കേരളത്തിലൊക്കെ കുറച്ച് നീളത്തിൽ ഉയരത്തിൽ ഉണ്ടാവുക. ഇവിടെ അങ്ങനെയല്ല. തെങ്ങായാലും വേണ്ടില്ല, അതേപോലെ മുരിങ്ങ ആയാലും വേണ്ടില്ല, മൈലാഞ്ചിയുടെ ഇല അതൊക്കെ ഇങ്ങനെ ഒരു ഉണ്ടായിട്ടുണ്ടാവുക. അതിൽ നിറയെ ഉണ്ടാവും ചെയ്യും. അപ്പോൾ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇതേനങ്ങനെ കുറച്ച് ദൂരം പോവുകയാണ്. അപ്പോൾ വീട്ടിലിവിടെ ചേച്ചിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതേനങ്ങനെ പോവുകയാണ് കേട്ടോ. ഇനി വഴി തെറ്റി പോകുമെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. എന്നാലും വെറുതെ ഒന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പോയി വീടിൻ്റെ അതിനൊക്കെ. അപ്പോൾ തിരിച്ച് വരാൻ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം കുഞ്ഞു വഴികളാണ് അതിനൊക്കെ. അങ്ങനെ ഞാൻ റോഡ് വശത്ത് ഒരു ചെറിയൊരു മെയിൻ റോഡ് പോലെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ. ചേട്ടൻ വീട്ടിലുണ്ട്. അപ്പോൾ ഈ റോഡ് കൂടെ മെല്ലെ ഇങ്ങനെ നടന്നു. ഇപ്പോൾ ഞാൻ ഫോൺ നമ്പർ ഉണ്ടല്ലോ, അതോ വഴി തെറ്റി പോയാലും നമ്പറൊക്കെ ഉണ്ടല്ലോ, കുറച്ച് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് വീടുകളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെ തന്നെയാണ് ആശുപത്രി, അതേപോലെ സ്കൂള്, അവിടെയൊക്കെ ഇതൊക്കെ തൊട്ടടുത്ത് തന്നെയാണ്. ദൂരെ ബസ്സിന് പോകുമൊന്നും വേണ്ട. ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ. അങ്ങനെ അധികം വണ്ടിയും വാഹനങ്ങളോ തിക്കും തിരക്കോ ഒന്നുമില്ല. കുഞ്ഞു ആ റോഡിൽ നമുക്ക് നടക്കാനൊക്കെ നല്ല സൗകര്യമാണ്. ഇതിവിടെ ഒരു അമ്പലമാണ് കേട്ടോ. അമ്മയുടെ അമ്പലം എന്നൊക്കെ പറയുക, അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയാണ് പറയുക. അപ്പോൾ ഞാൻ അവിടുത്തെ തൊട്ടടുത്ത് ഒരു അമ്പലമല്ലല്ലോ കേട്ടോ, നിറയെ കുഞ്ഞു ഇങ്ങനത്തെ അമ്പലങ്ങൾ നിറയെ ഉണ്ട്. അപ്പോൾ അതിലത്തെ ഒരു അമ്പലം ഞാൻ കാണിച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ കുറച്ച് ചെടികളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു, ഓരോത്തരം കായകൾ അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞാനവിടെ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് നേരം നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഭംഗിയൊക്കെ നോക്കിയിട്ട് അവിടെ അങ്ങനെ ഇരുന്നു കുറച്ച് നേരം. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചെറിയ വഴിയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കുറച്ച് പേടിയാവും. ഇനി എന്തായാലും വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. വഴി കൂടെ അങ്ങനെ പോട്ടെ. നേരത്തെ ചോദിച്ചു ഞാനിങ്ങനെ ചേച്ചിയുടെ ഏട്ടൻ്റെ പേരൊക്കെ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ വീട്ടിലേക്കാണ് പറഞ്ഞു. പെട്ടെന്ന് എനിക്ക് വഴി തെറ്റിയപ്പോൾ അങ്ങനെ സ്ഥലത്ത് ഇങ്ങനെ എത്തി. വീണ്ടും അവിടെ എത്താറായി. അപ്പോൾ ചേച്ചിയുടെ അമ്മയുടെ അടുത്ത് കുറച്ച് നേരം ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ ഇത് ചേച്ചിയുടെ അമ്മായിമ്മയാണ്. അപ്പോൾ അവരുടെ അടുത്ത് അവിടെ വീട്ടിൽ പോയിട്ട് കുറച്ച് നേരമൊക്കെ അങ്ങനെ വർത്താനൊക്കെ തമിഴൊന്നും അറിയില്ല, എന്നാലും ഞാൻ അതിന് മറുപടിയൊക്കെ പറഞ്ഞു. അക്ക എവിടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടിയൊക്കെ പറഞ്ഞു. ചിലത് എനിക്ക് മനസ്സിലായില്ലേ. ഞാൻ തലകൊണ്ട് ആട്ടിന്ന് തന്നെ ഉള്ളൂ കേട്ടോ, സത്യം പറയുക. ചില വാക്കുകളൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നത്തെ വിശേഷം എന്താ അവിടെ. പിന്നെ വീട്ടിൽ ഞാൻ എത്തിയിട്ട് ഏട്ടനെ തിരഞ്ഞു വന്നു എന്നൊക്കെ പറഞ്ഞു. ഇതിൻ്റെ ഇടയിൽ ഏട്ടൻ വണ്ടി കൊണ്ട് എന്നെ തിരഞ്ഞു വന്നു അത്ര, ഞാൻ കണ്ടില്ല. എന്തായാലും പിന്നെ വീട്ടിലെത്തി. അവിടെ അങ്ങനെ കുറച്ച് നേരമൊക്കെ ആയിരുന്നു. പണികളൊക്കെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നാടൻ ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചേച്ചി വെക്കുന്നുണ്ട്. ഞാൻ ചെറിയ ഉള്ളിയൊക്കെ അല്ല ഇവിടെ വെക്കുക. ചെറിയ ഉള്ളിയൊക്കെ നന്നാക്കി എടുത്തു. അങ്ങനെ ഒരു മൈലാഞ്ചിയുടെ ഇല അരക്കട്ടെ. അപ്പോൾ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വേറെ പണികളൊക്കെ ആകും. അച്ഛന് ഭക്ഷണം വയ്ക്കുക, മോന് അവരൊക്കെ. ഇപ്പോൾ വീട്ടിൽ മോളുണ്ട് അവിടെ. പിന്നെ അമ്മ വന്നിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അമ്മ വന്നിട്ടുണ്ട് അവിടെ. കാരണം ഞാൻ വരുമ്പോൾ വരാൻ പറഞ്ഞിട്ടാണ് ഞാൻ തിരിച്ച് ഇങ്ങോട്ട് വന്നത് ചേച്ചിയുടെ വീട്ടിലേക്ക്. അപ്പോൾ അവിടെ ആളുണ്ടല്ലോ,
അപ്പം നമ്മുടെ അടുത്ത് അച്ഛനും ഉണ്ട്, ഇപ്പം മോളും ഉണ്ട്. അതുകൊണ്ട് ഒരു സമാധാനത്തിലാണ് ഞാൻ ഇവിടേക്ക് എത്തിയത്. തലേ ദിവസം വന്നിട്ട് പിറ്റേ ദിവസം പോകാമെന്നുള്ള രീതിയിലാട്ടോ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചേച്ചിയുടെ മോൾ കാലൊടിഞ്ഞു പറഞ്ഞല്ലോ. അപ്പോൾ അവൾക്ക് ഇപ്പോൾ അതിൻ്റെ ബാൻഡേജ് ഇപ്പോൾ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ ദിവസമായി ഇങ്ങനെ കാണാൻ പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചക്കയും മാങ്ങയും കൊണ്ടുപോയോ എന്ന് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ. അപ്പോൾ എന്തായാലും ഇനി അവൾക്ക് എന്തെങ്ങനെ വിളിച്ച് പറയുമ്പോൾ ഇനി അവൾക്ക് സങ്കടമാവില്ലേ എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ബാൻഡേജ് കഴിച്ചു, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇലയൊക്കെ അരച്ചു, മൈലാഞ്ചി ഇലയൊക്കെ അരച്ചു. അപ്പോഴേക്കും ഇവിടെ അടുത്തുള്ളവരൊക്കെ എന്താ വർത്തമാനം പറയാനൊക്കെ വന്നു കേട്ടോ. എന്താ കുറച്ച് നേരം. പിന്നെ ഇതാ നമ്മുടെ വിജയേട്ടനതാ ഇവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇവിടെ മുറ്റത്തൊക്കെ ഇട്ട് ഇരുന്നിട്ട് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുക. ഇവിടെ സിമെൻ്റൊക്കെ ഇട്ടതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കടന്നിട്ട് ഇരുന്നിട്ട് വർത്തമാനം പറയുകയാണ്. അതൊക്കെ ഒരു രസം തന്നെയാണ് കേട്ടോ. പിന്നെ വിശേഷം ഇതാ ഇവിടെ ചിക്കനൊക്കെ ആയി. ചിക്കൻ കുറച്ച് വരട്ടിയതുണ്ടായിരുന്നു. കുറച്ച് വെള്ളത്തോട് കൂടെ ഈ മല്ലിയിലയും എന്തൊക്കെ മസാലപ്പൊടിയൊക്കെ കലക്കിയിട്ട് കറിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാലും കൂട്ടുമ്പോൾ എന്താ സ്വാദുണ്ടായിരുന്നു. സ്വാദ് വ്യത്യാസം ഉണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ അവിടുത്തെ കാട്ടിലും വ്യത്യാസങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ അവസാനിക്കാറായി കൂട്ടുകാർ. ഞങ്ങൾ ഇനി മൈലാഞ്ചി ഇട്ടോ. എന്തായാലും ഇലയൊക്കെ അരച്ചതല്ലേ, മൈലാഞ്ചി എനിക്കിട്ട് തരാണ്. ചേച്ചിയുടെ മുളന്ന് ഇട്ട് തരുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോന്ന് അറിയില്ല. ഇഷ്ടമായെങ്കിൽ എനിക്കൊരു ലൈക്ക് തരൂ. എന്താ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ചെയ്യാത്ത ആൾക്കാരുണ്ടോയെന്നല്ല, ചെയ്യാത്ത ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അതല്ല, കണ്ടിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബ് തരണം കേട്ടോ. എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. എന്തായാലും മൈലാഞ്ചി ഒന്ന് ഉണങ്ങി പിടിച്ചിട്ട് ഞാനത് കഴുകി കളഞ്ഞിട്ട് ഞാൻ ആ വീഡിയോയും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്നാൽ പിന്നെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞില്ലേ. അപ്പോൾ ഇനി കുറച്ച് ഭാഗം കൂടി ഇടാണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ നാട്ടിലേക്ക് പോകണേക്കാളും മുന്നേ കുറച്ചൊരു ഭാഗം കൂടി ഞാൻ വീഡിയോ ഇടാം കേട്ടോ. അതുകൊണ്ട് കഴിഞ്ഞ് നമ്മുടെ തമിഴ്നാട് വീഡിയോ കഴിഞ്ഞു കേട്ടോ. പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. കാണിക്കാറുണ്ട്. അമ്പലത്തേക്കോ പഴനിക്കൊന്നും പോയില്ല. ഒറ്റയ്ക്കൊന്നും പോകാനൊരു മടി ചേട്ടന്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോയില്ല കേട്ടോ. പിന്നെ തക്കാളി തോട്ടമൊക്കെ ഉണ്ട്. ഇപ്പോൾ തക്കാളിയൊന്നും അങ്ങനെ ഉണ്ടാവണ ഒരു ഇതല്ലാത്ത കാരണം തക്കാളി തോട്ടത്തിലൊന്നും പോകാനത്. അല്ലെങ്കിൽ തക്കാളി പറിക്കണ തോട്ടമൊക്കെ കാണിക്കായിരുന്നു. ഇവിടെ കുറച്ചൊക്കെ അടുത്ത് തന്നെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഇനി ഞാൻ എപ്പോഴും പോകുമ്പോൾ കാണിക്കാം കേട്ടോ. എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ചേച്ചീനൊക്കെ കാണിക്കാം. വീഡിയോയിൽ ചേച്ചി ശരിക്കും ഇപ്പോൾ തമിഴ്നാട് ലുക്കായിട്ടുണ്ട് കുറച്ചൊക്കെ. അങ്ങനെ സാധാ പോലെ ഇട്ടത് മൈലാഞ്ചി. കാരണം അതൊക്കെ നമുക്ക് അങ്ങനെ മോഡലൊന്നുമില്ല, വെറുതെ ഒന്ന് ഇട്ടാൽ മതി പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടുന്നുള്ളൂ. അപ്പോൾ ചുവപ്പ് പറഞ്ഞാൽ അത്രയും ചുവക്കണ മൈലാഞ്ചിയാണ് കേട്ടോ. അതിൽ ഇവർ കൂട്ടിയത് അതിൽ പുളിയും കൂട്ടി ഉപ്പും കൂട്ടി ചെറുനാരങ്ങ നീരും കൂട്ടിയിട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ചുവക്കും ചെയ്തു. അത് കൂടാതെ തന്നെ ഇല അരച്ചപ്പോൾ തന്നെ കൈ ചുവന്നു. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഞാൻ വെറുതെ പറയുന്നല്ല കേട്ടോ. അപ്പോൾ ചുവന്ന് അടിപൊളിയായിട്ടുണ്ട്. ഇതിൽ വേറെ ഒന്നും കൂട്ടിയിട്ടില്ല. പുളിയും ഉപ്പും ചെറുനാരങ്ങയും ഒക്കെ. ബൈ.